Hi friends, ഞാൻ ഇന്നൊരു നല്ല ടേസ്റ്റിയായ ഒരു ഡ്രിങ്ക് ആണ് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത്. റെസിപ്പിയിലേക്ക് പോകുന്നതിന് മുൻപ് എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ റെഡ് കളർ കാണുന്ന ഈ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യണം. അതിൻ്റെ കൂടെ ഒരു ബെൽ ഐക്കൺ കാണും, അതും കൂടെ പ്രസ് ചെയ്തിട്ട് അതിനകത്ത് ഓൾ എന്ന ഓപ്ഷൻ കൊടുത്താലേ ഞാൻ പുതുതായിട്ട് വിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് കാണാൻ കഴിയുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് മിസ്സാവാണ്ട് എൻ്റെ വീഡിയോസ് കാണാം. ഈ ഡ്രിങ്ക് ഒരു വെൽക്കം ഡ്രിങ്കാണ് ഞാനിവിടെ ചെയ്യുന്നത്. കസ്റ്റർഡ് പൗഡർ വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു കപ്പ് പാല് ഞാനിവിടെ കുറച്ച് തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. അതിൻ്റെ അകത്ത് 1 ടേബിൾ സ്പൂണ് കസ്റ്റർഡ് പൗഡറാണ് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ പാലൊന്ന് ചെറുതായിട്ടൊന്ന് ചൂടാൻ തുടങ്ങിയാൽ തന്നെ നമുക്ക് കസ്റ്റർഡ് പൗഡർ ഒന്ന് ചേർത്ത് കൊടുക്കാം. കസ്റ്റർഡ് പൗഡർ ഒരിക്കലും ഡയറക്റ്റായിട്ട് തിളക്കുന്ന പാലിൽ ചേർത്ത് കൊടുക്കാൻ പാടില്ല. കുറച്ച് വെള്ളത്തിൽ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിനകത്ത് കസ്റ്റർഡ് പൗഡർ നമുക്ക് ഒന്ന് വെള്ളത്തിൽ ഡൈലൂട്ട് ചെയ്തതിന് ശേഷം പാലിലേക്ക് നമുക്ക് ചേർക്കാൻ പാടുള്ളൂ. അപ്പോൾ ഞാനിത് നന്നായിട്ട് മിക്സ് ചെയ്യുന്നുണ്ട്. കട്ടയില്ലാതെ തന്നെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്യാൻ ശ്രദ്ധിക്കാം. അപ്പം ഇതിനി ഇതിൻ്റെ അകത്ത് പാലിനകത്ത് ഒഴിച്ചിട്ട് നന്നായിട്ടിത് മിക്സ് ചെയ്തിട്ട് ഒന്ന് നന്നായിട്ട് കുറുക്കിയെടുക്കണം. അപ്പോൾ നമ്മൾ പാല് ചെറുതായിട്ടൊന്ന് ചൂടാൻ തുടങ്ങി. ഇനി കസ്റ്റർഡ് നമ്മൾ കലക്കി വെച്ച നന്നായിട്ട് കട്ടയില്ലാണ്ട് ഇളക്കിയ കസ്റ്റർഡ് ഇതിനകത്ത് ഒഴിച്ചിട്ട് നന്നായിട്ടിത് നമുക്ക് കുറുക്കിയെടുക്കാം. അപ്പോൾ ഈ കൈ വിടാണ്ട് ഇതൊന്ന് നന്നായിട്ട് ഇളക്കിയെടുക്കണം. ഇനി നമുക്ക് ഇതിനകത്ത് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പഞ്ചസാര ഞാനിവിടെ 1/4 കപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. 1 കപ്പ് പാലിൻ്റെ അളവിലാണ് ഞാനിവിടെ 1 ടേബിൾ സ്പൂണ് കസ്റ്റർഡ് പൗഡർ ചേർത്ത് കൊടുത്തത്. അപ്പോൾ 2 ഗ്ലാസ് നമുക്ക് ഡ്രിങ്ക് ഇത് കിട്ടും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു 1/4 കപ്പ് പഞ്ചസാരയാണ് ചേർത്ത് കൊടുത്തത്. അപ്പോൾ ഇത് നന്നായിട്ട് ഇളക്കിയിട്ട് ഒന്ന് മിക്സ് ചെയ്യുക. എന്നിട്ട് ഒന്ന് നന്നായിട്ട് കുറുക്കിയെടുക്കുക. ഇതിൻ്റെ കസ്റ്റർഡ് പൗഡറിൻ്റെ ഒരു റോ ടേസ്റ്റ് ഉണ്ടാവും. അതെല്ലാം നന്നായിട്ട് പോകുന്നത് വരെ നമുക്ക് നന്നായിട്ട് കുറുക്കിയെടുക്കണം. അപ്പോൾ ഇതൊന്ന് നന്നായിട്ട് കുറുകിയിട്ടുണ്ട്. ഇനി നമുക്കിത് തീ ഓഫ് ചെയ്തിട്ട് ഇതൊന്ന് തണിയാൻ വെക്കണം. ഒന്ന് നന്നായിട്ട് തണുക്കാൻ വെക്കണം. അപ്പോൾ നമുക്കിത് ഒന്ന് തണുക്കാൻ വെക്കാം. നമുക്ക് ഇത് 1 മണിക്കൂറേക്ക് നമുക്കിത് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം കേട്ടോ. അപ്പം ഇനി ഇത് നമുക്ക് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കാനുള്ളതാണ്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു മിക്സിയുടെ ജാറിൽ ഇത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നമ്മൾ കസ്റ്റർഡ് വാട്ടർ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ കുറച്ച് ഐസ് ക്യൂബ് ഇട്ടിട്ട് ഇത് ഞാൻ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് നമുക്കിനി ഒരു ബൗളിലേക്ക് പകർത്താം. അപ്പോൾ ഞാനൊരു ബൗളിലേക്ക് പകർത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്ത് കുറച്ച് കാര്യങ്ങൾ ഇതിനകത്ത് ആഡ് ചെയ്യാനുണ്ട്. കുറച്ച് ചെറുതായിട്ട് മുറിച്ച ക്യാരറ്റും ചെറുതായിട്ട് നുറുക്കിയ ആപ്പിളും കുറച്ച് കാഷ്യൂനട്ടാണ് ഞാനിവിടെ ചെറുതായിട്ട് നുറുക്കി ചേർത്ത് കൊടുക്കുന്നത്. കടിക്കാൻ നല്ലൊരു രസമുള്ള ആ ഒരു നല്ല ഒരു കഴിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും ഇത് കടിക്കുമ്പോൾ. അപ്പോൾ ഇതിൻ്റെ കൂടെ ഞാനിവിടെ സബ്ജ സീഡും ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ കറുത്ത കസ്കസ് എന്ന് പറഞ്ഞ അത് ഞാൻ വെള്ളത്തിൽ കുറച്ച് മുമ്പ് സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായി. അപ്പോൾ അതും കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഇത് മിക്സ് ചെയ്യണം. അത് 2-3 സബ്ജ സീഡ് 2-3 ടീസ്പൂൺ ചേർത്ത് കൊടുത്താൽ മതി. അപ്പം നല്ലൊരു നമ്മളെ ബോഡിക്ക് നല്ലൊരു തണുപ്പ് കിട്ടാനുള്ള സബ്ജ സീഡ് നല്ലതാണ്. അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തിട്ട് നമുക്ക് ഗ്ലാസ്സിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മൾ അടിപൊളിയായിട്ടുള്ള ഈ ഡ്രിങ്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് കൂടി ചെയ്യാൻ മറക്കരുത്. അപ്പം അടുത്ത നല്ലൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണുന്നവരെ താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.